സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂഞ്ഞാറിലെ സിംഹം, അതുപോലെ പൂഞ്ഞാറിലെ സിംഹവും പുലിയും കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ജോർജ് ചായനുണ്ട്, ജോർജ് ചായൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം 10-40 വർഷം MLA ആയിരുന്ന ഒരു മനുഷ്യൻ പൂഞ്ഞാറിൻ്റെ സിംഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുഞ്ഞും പറയും PC ജോർജാണ്. PC ജോർജിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് യുവരക്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിന്നോട്ട് പോകുകയും അയാൾ ആരുടെയൊക്കെയോ കളിപ്പാവയാവുകയും ചെയ്തപ്പോഴേ ആ മനുഷ്യൻ്റെ നിലപാടും പോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പോകാൻ പാടില്ലാത്ത പല സ്ഥലത്തും പോയി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതി കിട്ടാതെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞാറിൽ ഇനി തോറ്റു കഴിഞ്ഞാൽ PC ജോർജിനെ കാത്തു നിൽക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ വനവാസം തന്നെയാണ്. അതായത് 10-45 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് PC ജോർജിനുണ്ടാകുന്നത്. ഏതായാലും അരിയും തലയും മുറുക്കിയിട്ടാണ് പാലായിൽ ഷോണും അതുപോലെ പൂഞ്ഞാറിൽ PC ജോർജും മത്സരിക്കുന്നത്. PC ജോർജ് പഴയ കാര്യങ്ങളൊക്കെ കുറേ നിലപാടുകൾ പിന്നോട്ട് പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം കുറച്ച് അയഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അവരെ തന്നെ ഒരു കടിഞ്ഞാൻ ഇട്ടിട്ടുണ്ട്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളുടെ വായിൽ നിന്നും ഒന്നും വീഴല്ലേ എന്ന്. ഏതായാലും PC ജോർജിന്റെ ഒരു വാക്കുകളാണ് ഇപ്പോഴും വൈറലായിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, അതായത് പള്ളിയിലെ മെത്രാന്മാരെ പറ്റിയിട്ട് PC ജോർജ് പറയുന്ന കാര്യങ്ങളാണ്. അത് പുറത്ത് വിട്ടിരിക്കുന്നത് നമ്മളെ മറുനാടൻ തന്നെയാണ്. അപ്പം മറുനാടന്റെ ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും PC ജോർജ് അവിടെ ജയിക്കുമായിരുന്നു, ഇനി അദ്ദേഹത്തിന്റെ കാര്യം പരിങ്ങലിലാണ് എന്നാണ് നമ്മളെ മറുനാടനും പറയുന്നത്. ഏതായാലും അവിടെ ഇപ്പോഴും PC ജോർജിന് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എതിർപ്പാണുള്ളത്. PC ജോർജ് അങ്ങനെ പറഞ്ഞതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഭയങ്കര എതിർപ്പുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു മറുനാടിൻ്റെ ആ ഒരു ഇതിൽ പറയുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, PC ജോർജ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കണമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, PC ജോർജ് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി പൊട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസം തന്നെയായിരിക്കും, വേറെ ഒരു വഴിയില്ല. ഏതായാലും PC ജോർജ് പറഞ്ഞ് എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. മെത്രാന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ജോർജ് പൊട്ടിത്തെറിച്ചു. മെത്രാന്മാർ പറയുന്ന വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പോൾ പിതാക്കന്മാരെല്ലാം കോൺഗ്രസ് കൊടുത്ത് കൂടുതൽ കിട്ടിയത് വോട്ട്. അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP തുടങ്ങിയ ഹാലുള്ളത് എനിക്ക് തലയ്ക്ക് ശരിയില്ലായിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്താൽ കേട്ടോ. ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്ന് അറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നേറ്റാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചോദ്യം നടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ മൂളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നു. വാസ്തവത്തിൽ ഇത് ജോർജിന് മാത്രമേ അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിന് മാത്രമല്ല, ഷോൺ ജോർജിനും കൂടി വലിയൊരു പാരയായിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഈ പിന്നെ എന്താണ് മെത്രാന്മാരെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് തന്നെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, PC ജോർജ് ഏത് തരത്തിലാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു കാലത്ത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഇദ്ദേഹം ചില ഇതിലൊക്കെ പ്രതികരിച്ചതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തിനധികം പറയുന്നു, പണ്ടൊരു വൈദ്യുതി ഓഫീസിൽ കയറിയിട്ട് ജോർജ് നടത്തിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമരമുണ്ട്. അതായത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച തെറി വിളിക്കുന്നത്, അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന്. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യാതിരുന്ന ആ ഓഫീസിലേക്ക് ജോർജ് കയറി ചെല്ലുകയും പിന്നീട് അവിടെ നടന്ന പൂരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ജോർജിൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ജോർജ് നിലപാട് മാറ്റാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോർജ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, സ്ത്രീകളെ പറ്റിയിട്ട് പറയുന്നത്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും പാർട്ടി മാറിയത് കൊണ്ടൊന്നുമല്ല, ജോർജിനെ പറ്റിയുള്ള പല വിവാദങ്ങളും പുറത്തു വരാൻ തുടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ ജോർജ് ആർക്കോ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കളിപ്പാവയെ പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ പൂഞ്ഞാറിലെ ഒരു സിംഹമായിട്ട് അദ്ദേഹത്തിന് വാഴാമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോൺഗ്രസിനെയും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയെയും പൊട്ടിച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു MLA ആയി നിന്ന് ആ ജനങ്ങളെ മുഴുവൻ സേവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പോക്ക് ശരിയല്ല. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാവർക്കും അധികാരം വേണം, അതുമാത്രവുമല്ല തൻ്റെ മകനും അധികാരം വേണം, തൻ്റെ മകനും എന്തെങ്കിലും തരത്തിലാവണം എന്നുള്ള തരത്തിൽ മക്കൾ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഏതായാലും മെത്രാന്മാരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ,
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരു മെത്രാന്മാരെയായാലും അല്ലെങ്കിൽ ഒരു ഏത് പുരോഹിതനായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഏത് പുരോഹിതന്മാരെയായാലും അവരെ അങ്ങനെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതായത് എന്തിനു പറയണം? അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നിട്ട് അത് പറയുകയാണ് ഇതെല്ലാം മുഴുവനായിട്ട് അങ്ങ് കൊടുത്തേക്കണേന്ന്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ അതാണ് പറഞ്ഞത്, ജോർജിന് ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതുവരെ ജോർജ് ഇല്ലാതാക്കി, അതേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഷോൺ ജോർജിനും ചെറിയ ചാൻസ് ഉള്ളത് അതുപോലും ഇല്ലാതാക്കി. ഏതായാലും തൻ്റെ ഫാദറിനെ തള്ളിയിട്ട് തന്നെയാണ് ഷോൺ ജോർജ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിലപാടല്ല, എനിക്ക് ആ നിലപാട് അദ്ദേഹത്തിനോട് ചോദിക്കണം. കാരണം പാലയിൽ തീ പോരാട്ടാണ്. എന്താണെന്ന് വെച്ചാൽ 3 ടീമുകളും കട്ടക്കാണ്. മാണി സി കാപ്പനുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുണ്ട്. ആ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞാൽ പാല പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഷോൺ ജോർജിനെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഷോൺ ജോർജ് ജയിക്കുമെന്നും പറയാൻ പറ്റൂല. ഏതായാലും ഷോൺ ജോർജിനും ഇതൊരു വലിയ ക്ഷീണം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സമുദായത്തെ പറയുമ്പോൾ അവിടെയുള്ള വോട്ടർമാരുടെ വികാരം അത് ഉറപ്പായിട്ട് പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സമുദായമൊക്കെയാണ് വലുത് എല്ലാവർക്കും. നമുക്കിതും കൂടി ഒന്ന് കേട്ടാ. എന്നാൽ ഷോൺ ജോർജിന്റെ നിലപാട് വ്യത്യസ്തമാണ്. സഭാ നേതാക്കളെ തള്ളിപ്പറയാതെ പിതാവിന്റെ നിലപാടിനോട് വിയോജിക്കുകയാണ് ഷോൺ ചെയ്തത്. അപ്പന്റെ നിലപാടല്ല തനിക്കെന്ന് പറഞ്ഞ് ഷോൺ തടിതപ്പാൻ ശ്രമിച്ചു. അല്ല, അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ താല്പര്യമുള്ള മെത്രാന്മാരുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സഭയെ ബാധിക്കുന്ന ഇത്ര ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത് മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും. എന്തായാലും FCRA നിയമം BJPക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യം. അതായത് FCRA നിയമത്തിനെ പറ്റിയിട്ടാണ് പ്രശ്നം ഇവിടെ. അപ്പോഴെന്ന് പറയുന്നത് നമ്മളെ ഷോൺ ജോർജ് പറയുന്നത് അത് പിതാവിന്റെ ഇതായിരിക്കും, എനിക്കതിലേക്ക് അത് തള്ളാതെ കൊള്ളാതെ നടക്കുക എന്നൊക്കെ പറയുന്നില്ലേ. അതായത് ഇയാളെങ്ങനെ തള്ളി കളയാനും പറ്റൂല, വേറെ ഒന്നും ചെയ്യാനും പറ്റൂല. ഈ മനുഷ്യൻ ഇങ്ങനെ ഓരോ സമയത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ചെയ്യുക എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വിചാരിക്കുന്നത്. അതായത് ഇതൊരു ടൈറ്റ് മത്സരമല്ല, ഇത് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരെ നിയമിക്കുമ്പോൾ ഇത് നിങ്ങളെ ഞാൻ ജയിപ്പിക്കത്തില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയോളം വെള്ളം കോരിയിട്ട് കരോട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നില്ല. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മാറ്റം കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോഴേ അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു പാര പണിയുന്നത് പൊതുവേ എന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വഭാവമാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, എനിക്ക് ഏതായി കഴിഞ്ഞാലും ഇതൊരു വലിയ ചതി തന്നെയാണ്. അതായത് ജോർജിനും അതുപോലെ ഷോൺ ജോർജിനും ഇനി നിയമസഭ കാണാൻ കഴിയോ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇനിയിപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ പറയാനേ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വികാരമുണ്ട് അവിടെ. ആ ഒരു വികാരത്തിന്റെ മുകളിൽ ഈ ഒരു വികാരം കൂടി വന്നു കഴിഞ്ഞാൽ തീർന്നു കഥ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മുടെ തിരുമേനിക്ക് പറയാനുള്ളതും കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. മാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് സഭയും രൂക്ഷമായി വിമർശനം നടത്തി. PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാതുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിനൊറ്റ മറുപടി. അപ്പോൾ നമ്മുടെ തിരുമേനിക്ക് പറയാനുള്ളത് തന്നെയാണ്, അങ്ങയുടെ വായിക്ക് ലൈസൻസ് ഇല്ല, അതായത് തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ. അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകൾ കൊണ്ട് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് PC ജോർജ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനങ്ങൾ, അത് മാത്രവുമല്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം മെത്രാനിയായി. ഇനി ഇങ്ങനെ ആരെ വോട്ട് കൊണ്ട് അവിടെ ജയിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഭഗവാനെ. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം കൃത്യമായി വാദിച്ചിരിക്കുന്നത് ഷോൺ ജോർജിനെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങേരുടെ രാഷ്ട്രീയ വനവാസം ആരംഭിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കോൺഗ്രസും മാർക്സിസ്റ്റും അതിൽ നിന്ന് പോയിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് വിജയിപ്പിച്ച ജനങ്ങളോട് പോലും നീതി പുലർത്താതെ 5 വർഷത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു പാർട്ടിയിലേക്ക് മാറി ഇപ്പോഴെടുക്കാനും വെക്കാനും ഇല്ലാതായ ഒരു വിലയും ഇല്ലാതായ നമ്മുടെ പൂഞ്ഞാറിലെ പഴയ സിംഹം, ആ സിംഹം ഇനി രാഷ്ട്രീയ വനവാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും കാടുകളിലേക്ക് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കൾ, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ. ബൈ ബൈ.